സെപ്റ്റംബർ 18 ബുധനാഴ്ച. ലൂക്ക 7:31 മുതൽ 35 വരെ വാക്യങ്ങൾ. കുട്ടികൾ ബലൂണുകൾ പോലെയാണെന്ന് പാപ്പുവ ന്യൂ ഗിനിയയിലെ മുൻ മിഷണറിയായ സിസ്റ്റർ റോസ്മേരി ബലാസെക് പറയുന്നു. ഹീലിയം നിറച്ച ഒരു ബലൂൺ മുകളിലേക്ക് പോകുന്നു, എപ്പോഴും മുകളിലേക്ക്. ദൈവമക്കളുടെ സ്വാതന്ത്ര്യമാണ് നമ്മെ വിളിക്കുന്നത്. റോസ്മേരി പറയുന്നു, ഒരു ബലൂൺ വെള്ളത്തിലിടുക, അത് പൊങ്ങിക്കിടക്കുന്നു. അതിനെ വെള്ളത്തിൽ താഴ്ത്താൻ ശ്രമിക്കുക, അത് ഉപരിതലത്തിലേക്ക് വീണ്ടും ഉയരുന്നു. ഒരു ബലൂൺ പോലെ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം സ്വതന്ത്രമായി പൊങ്ങിക്കിടക്കണം. അവൻ നമ്മെ പരിപാലിക്കുന്നു. കുഞ്ഞുങ്ങളെപ്പോലെ ആവുക, ബാലിശമായി പെരുമാറുക, ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ലൂക്ക 18:17 യേശു പറയുന്നുണ്ട്, ഒരു കുഞ്ഞുകുട്ടിയെപ്പോലെ സ്വർഗരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ലെന്ന്. എന്നാൽ ബാലിശമായ വിശ്വാസം രാജ്യത്തിലേക്കുള്ള പ്രവേശനം നൽകുന്നു. എന്നിട്ടും പല ക്രിസ്ത്യാനികളും ഒരു കുട്ടിയെപ്പോലെയുള്ള വിശ്വാസവും യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനെ പോലെ പെരുമാറുന്നതും തമ്മിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. ശിശു സമാനമായ വിശ്വാസം ഉണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. എന്നാൽ ബാലിശമായ രീതിയിൽ പെരുമാറുന്നവർ ധാരാളമുണ്ട്. നാം ശിശുക്കളെപ്പോലെ ആയിരിക്കാനാണ് യേശു ആഗ്രഹിക്കുന്നത്, അല്ലാണ്ട് കുഞ്ഞുങ്ങളെപ്പോലെ ബാലിശ പ്രകൃതിയല്ല. ശിശു സമാനമായ വിശ്വാസം നമുക്കുണ്ടാകണം, അതിന് അതിരുകളില്ല. ശിശു സമാനമായ വിശ്വാസം പറയുന്നത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് യേശു തൻ്റെ തലമുറയിലെ ആളുകളെ ചന്തസ്ഥലത്തിരുന്ന് പരസ്പരം വിളിക്കുന്ന കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്കായി ഓടക്കുഴൽ വായിച്ചു, പക്ഷെ നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മരിച്ചവരുടെ ഗീതം പാടി, പക്ഷെ നീ കരഞ്ഞില്ല. നമ്മുടെ തലമുറയിലെ ആളുകളെക്കുറിച്ച് യേശു എന്ത് പറയുമെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ഒരുപക്ഷെ നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ അടയാളങ്ങൾ നാം കാണുന്നുണ്ടോ? മിക്കവാറും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ അത്ഭുതകരമോ ഗംഭീരമോ ആയിരിക്കില്ല. എന്നിരുന്നാലും യേശു നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് അതിനർത്ഥമില്ല. മനോഹരമായ സൂര്യോദയം, ഒരു പ്രിയ സുഹൃത്തിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മകനോ മകളോ ഒരു ജോലി നിങ്ങളെ സഹായിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിലെ ചെറിയ സംഭവങ്ങളാണെങ്കിലും അവിടെയെല്ലാം ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വരവിനായി എപ്പോഴും ഉണർന്നിരിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. നമ്മൾ അവനെ അന്വേഷിക്കുകയും അവനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന വസ്തുത പൂർണ്ണമായും നമുക്ക് മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കണ്ണുകളും മനസ്സും ഹൃദയം തുറന്നിടുക. യേശു പ്രത്യക്ഷപ്പെടും, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ. അവനെ നമുക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.